സാറിനെ എവിടെ? സാറിന് ലുക്കാകെ മാറിപ്പോയല്ലോ. നീ കോട്ടിട്ട് ചേഞ്ച് ഇഷ്ടമില്ലാത്ത മോനെ. ഇപ്പം ഭയങ്കര ചൂടല്ലേ മോനെ, അപ്പം ഇങ്ങനെ പറ്റത്തുള്ളൂ മോനെ. ഇത് കണ്ടില്ലേ, ഇതിനകത്തൊന്നുമില്ല. ഈ കോസ്റ്റ്യൂമിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം? അയ്യോ, കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്നും പറയില്ലേ മോനെ. അവനെ കണ്ട എല്ലാ ചാനലിലും കയറി ഒന്ന് ഇൻ്റർവ്യൂ കൊടുത്തത് അറിയാമായിരുന്നു എന്നെ അവൻ പെട്ടിയിൽ കയറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഫുൾ ടൈം ആയില്ല, എടുത്തപ്പോൾ അങ്ങനത്തെ ഉടുപ്പാനെ എന്നെ അടിപ്പിച്ചിരിക്കുന്നത്. നിനക്കതിന് തോന്നില്ലേ മോനെ? ചിരിക്കല്ലേ അടി. മ്യൂസിക്കിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം? അയ്യോ, മ്യൂസിക്കിനെ കുറിച്ച് പറയാതിരിക്കാനേ പറ്റത്തില്ല മോനെ. വരണ്ട എന്ന് പറഞ്ഞ് ആദ്യത്തെ പാർട്ടിലേ ഞാൻ രാജുമോനോട് പറഞ്ഞതാണ്, മോനെ ഇവനെ കൊണ്ട് പറ്റുമോ, നീ അങ്ങോട്ട് വിട്ടൂടെയെന്ന്. പക്ഷേ കേട്ടില്ല. രണ്ടാമത്തേൽ അവൻ എന്നെ വെച്ച് ചെഞ്ചു. പോട്ടെ സാറേ സൗണ്ട് കേൾക്കുന്നത്? അത് മോനെ, രാജുമോൻ ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട് മോനെ. അവൻ എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ പെടുത്തിയിട്ട് അവൻ കറങ്ങി നടക്കുകയാണ്. അവൻ എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ സാറിന് ഫോൺ ബെല്ലടിക്കുന്നു മോനെ. അത് ഫോൺ ബെല്ലടിക്കുന്നല്ല മോനെ, ഈ സോങ്ങാണ്. എനിക്ക് IBSൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഈ സോങ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അധികം കഷ്ടപ്പെടാതെ എനിക്ക് ഉയരം കൂടുന്തോറും സാറെന്നെ ഈ പാട്ട് പാടി നടക്കുന്നത്? മോനെ, ചാനൽ തുടങ്ങിയിട്ട് 5 ദിവസമായിട്ടില്ല മോനെ. നീ എനിക്ക് കോപ്പി സ്ട്രൈക്ക് മേടിച്ച് തരുമോ? അടി. സിനിമയ്ക്കകത്ത് കുറെ പേര് ചത്തു കഴിഞ്ഞാണല്ലോ സാറ് വരുന്നത്. അതെ മോനെ, നീ എൻ്റെ പഴത്തിൻ്റെ പേര് ശ്രദ്ധിച്ചിരുന്നോ മോനെ? നോമ്പുരാൻ. ഓക്കെ. അതിലെവിടെയെങ്കിലും സൂപ്പർമാൻ എന്ന് എഴുതിയിട്ടുണ്ടോ മോനെ? ഇല്ല. അപ്പോൾ എമ്പുരാൻ ആയതുകൊണ്ട് 5-6 പേര് ചത്തു കഴിഞ്ഞു. സൂപ്പർമാൻ ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യം തന്നെ എല്ലാവരെയും രക്ഷിച്ചേനെ മോനെ. നിൻ്റെ ചോദ്യം കുറച്ച് കൂടുന്നുണ്ട്. നീ 2 എണ്ണം മേടിക്കും. ഫസ്റ്റ് മൂവിയുടെ അത്ര ഒരു ഗുമ്മില്ലല്ലോ സെക്കൻഡ് വന്നപ്പോഴേക്കും. മോനെ, അത് രാജ്മോൻ ഓൾറെഡി പറഞ്ഞിരുന്നില്ലേ മോനെ, 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ തന്നെ നല്ല രീതിക്ക് എലിവേറ്റ് ചെയ്ത് ഇതിൽ തന്നെ നീ ശ്രദ്ധിച്ചോ, 4 സീനിലേ ഞാനുള്ളൂ. അവൻ കള്ളക്കാവടി, അവൻ എന്നെ വെച്ചിട്ടാണ് സിനിമ ഫുള്ള് പ്രൊമോട്ട് ചെയ്തതും ഇത് വിറ്റത്. പക്ഷേ 4 പാർട്ടിൽ വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ നന്നായി ചെയ്തിട്ട് 3rd പാർട്ടിൽ വരുമ്പോൾ ഞങ്ങൾ തമിഴിലെ ഫേസായി പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല മോനെ, ബീപ്പ് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ മോനെ, ഇഷ്യൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd പാർട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ തന്നെ വന്ന് എന്നെ കൊടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് രാജുമോൻ്റെ ഒരു കളികളൊക്കെയാണ് മോനെ അത്. പിന്നെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗോപിക്കുട്ടൻ എഴുതിക്കൊണ്ടിരുന്ന ടൈമിൽ അവനെ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് എന്നെക്കുറിച്ച് കൂട്ടിക്കാണിക്കാനായിട്ട് ആൻ്റണിയുടെ ചെറിയ കരവിരുതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അവനെ ഞാൻ തേടുന്നുണ്ട് മോനെ. സിനിമ കഴിഞ്ഞാൽ പിന്നെ അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അവൻ്റെ ഒറ്റ ചെയ്തിക്കാണ് ഞാനിപ്പോൾ എയറിലിരിക്കുന്നത് മോനെ. സിനിമയിലെ രാഷ്ട്രീയത്തെ പറ്റി? അയ്യോ മോനെ, നീ എന്നെ രാഷ്ട്രീയം പറഞ്ഞ് ഇപ്പം തന്നെ എല്ലാം കൂടെ എന്നെ കയറ്റി വെച്ചിരിക്കുകയാണ് മോനെ. രാഷ്ട്രീയം പറഞ്ഞ് കേട്ടി എനിക്ക് ഞാനിപ്പോൾ വേറെ യൂണിവേഴ്സിലാണോ എന്ന് തന്നെ സംശയമുണ്ട് മോനെ. അതുകൊണ്ട് നീ രാഷ്ട്രീയമൊന്നും പറയരുത് മോനെ. നിനക്കറിയാമോ ഇത് ഏത് ലീഗിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അയ്യോ, മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കേട്ടി തരും മോനെ. ഇത് മുസ്ലിം ലീഗല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇത് ജസ്റ്റിസ് ലീഗ് അല്ല എന്നാണ്. മനസ്സിലായോ? ജസ്റ്റിസ് ലീഗിലാണ് നമുക്ക് നേരത്തെ പറഞ്ഞ സൂപ്പർമാനുള്ളത്. ഞാൻ നോമ്പുരാനാണ്. അതുകൊണ്ട് നീ എന്നെ വെറുതെ വിടണം. വരണ്ട അതിലാണ് ആള്.